ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുന്നു. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ നിയോഗമാണ് ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദര സഹോദരി നിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 18-ാം തിരുവചനം. അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. എൻ്റെ മകൾ രോഗിയായി കഴിയുകയാണെന്ന്, മരിക്കാറായി കിടക്കുകയാണെന്നല്ല ആ ഭരണാധികാരി പറയുക. എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, അവളുടെ ജീവിതം തീർന്നു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി മെഡിസിൻ ഒന്നും ചെയ്യാനില്ല. അവളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യമായി, എല്ലാം തീർന്നു. അതാ പിതാവ് പറയുക, എല്ലാം തീർന്നു. പക്ഷെ തീർന്നു എന്ന് പറയുന്ന പിതാവ് വലിയൊരു പ്രതീക്ഷ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ നീ വന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, നീ വന്ന് തൊടുമെങ്കിൽ, നീ വരുമെങ്കിൽ അവൾ ജീവിക്കും. ലോകത്തിൻ്റെ ദൃഷ്ടിയെ വട്ടപൂജ്യമായി, പക്ഷെ കർത്താവെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ ഇടപെട്ടാൽ ഈ വട്ടപൂജ്യം വികസിക്കും, ഈ വട്ടപൂജ്യം ജീവിക്കും, വലിയ അത്ഭുതങ്ങൾ കാണാനായിട്ട് വരും. ഈശോ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അവിടെ പോയി ആ മകളെ ഉയർപ്പിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥയിൽ നീ കണക്ക് കൂട്ടിയിട്ട് നീ വട്ടപൂജ്യമായി തീർന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതം തീർന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ, നീ കർത്താവിന് പറയാം, കർത്താവേ എൻ്റെ കണക്കൂട്ടിൽ എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ കണക്കൂട്ടിലെല്ലാം അവസാനിച്ചു, പക്ഷേ നീ ഇടപെട്ടാൽ എൻ്റെ ജീവിതം വികസിക്കും, ഒരു പുതിയ ജീവിതം കടന്നു വരും. വിശ്വാസത്തോടു കൂടി ഇന്ന് കർത്താവിനോട് പറയാവോ, ഈ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിക്കുക. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ജീവിതത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ജീവിതത്തിലെല്ലാം തീർന്നു എന്ന് തോന്നുമ്പോൾ, നിനക്കെല്ലാം പുനരുദ്ധരിപ്പിക്കുവാനായിട്ട് ഒരു പുതിയ മുള കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ബോധ്യം നീ ഈ വ്യക്തിക്ക് നൽകണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ചിറകടിച്ചുയരുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.